ശ്രീ രാജു പി നായർ, CPIക്ക് പറയാൻ കഴിയുന്നതിന്റെ ഏറ്റവും കഠിനമായ വാക്കുകളാണ് ഇന്ന് അതിന്റെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത്. കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ചെങ്കൊടിക്ക് അപമാനമാണ്. അധോലോക ബന്ധമടക്കമുള്ള കാര്യങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായി പാർട്ടിക്കുണ്ടെന്നാണ് കേരളം മുഴുവനും ചിന്തിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ മൗനം? CPIയുടെ വിമർശനത്തെ CPM കണക്കിലെടുക്കുമോ? ഇല്ല, CPIയുടെ വിമർശനത്തൊന്നും കണക്കിലെടുക്കാൻ കഴിയുന്ന രീതിയിൽ അവസ്ഥയിലല്ല മാധു പാർട്ടി. കാരണം പാർട്ടിക്കകത്ത് ഒരു കറക്ഷന് പഴിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഈ പാർട്ടിക്കകത്ത് ഇന്ന് അധോലോക ബന്ധം വന്നിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ 2024 നമ്മൾ ഈ ചർച്ച നടത്തുന്നത് ഏതെങ്കിലും കൊട്ടേഷൻ സംഘങ്ങളെ കുറിച്ചല്ല, ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? സ്വർണം പൊട്ടിക്കൽ, അധോലോകം, കള്ളക്കടത്ത്, ഈ സംഭവങ്ങളെക്കുറിച്ച് നേതാക്കന്മാർക്കുള്ള പങ്കിനെ സംബന്ധിച്ച് നമ്മൾ ജനാധിപത്യ രാജ്യത്തിരുന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നടത്തുന്ന ചർച്ചയാണ്. ശ്രീ BN അസ്കറൊക്കെ ഇടത് നിരീക്ഷകൻ എന്ന് പറയുമ്പോൾ അങ്ങേക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഞാൻ വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളോട് പറഞ്ഞു, അങ്ങേക്ക് എന്നേക്കാൾ കൂടുതൽ പ്രായവും പരിചയമൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഈ ഇടത് നിരീക്ഷകർ എന്ന് പറയുന്ന ഒരു വർഗമാണ് CPMനെ പലപ്പോഴും വിമർശിച്ച് നേരെ ആക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് അവർക്ക് പോലും മിണ്ടാൻ കഴിയാത്ത രീതിയിൽ CPMന്റെ സ്വാധീനം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇന്ന് തിരുവല്ലയിൽ ഒരു സ്ത്രീയെ ആയിട്ടുള്ള അവിഹിത ബന്ധത്തിൽ ഗർഭിണിയാക്കി അതിനുശേഷം അവരുടെ DNA പരിശോധനയിൽ ആൾമാറാട്ടം വരെ നടത്തിയ ഒരു പ്രതിയെ, സജിമോൻ, അദ്ദേഹത്തെ പാർട്ടി തിരിച്ചെടുത്തിരിക്കുകയാണ്. റിപ്പോർട്ട് ചെയ്യാൻ ചെയ്തെടുത്ത പ്രശ്നവും ഇപ്പോൾ പോസ്റ്ററുകൾ. നിങ്ങൾ ഏത് തിരുത്തലിനെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾ ഈ രാജ്യത്ത് ഇന്ന് ഈ നാട്ടിൽ മനുഷ്യത്വത്തിനെതിരെ നടക്കുന്ന എല്ലാ ആക്രമണങ്ങളുടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കിതൊന്നും ലജ്ജയല്ല. സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഹസ്കർ പറയേണ്ടത് എങ്ങനെയാണ് ഇന്ന് പിണറായി വിജയനും CPMും ഇടതുപക്ഷമായിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയണം. ആ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഇന്ന് ഈ രാജ്യത്ത് ഇടതുപക്ഷം നിൽക്കേണ്ട, അല്ലെങ്കിൽ CPMും CPIയും നിലനിൽക്കേണ്ടതിൻ്റെ പ്രസക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ബിനോയ് വിശ്വം എന്ന് ആരോപണം ഉന്നയിക്കുന്നത്. എത്ര കൃത്യമായിട്ട് ബിനോയ് വിശ്വം പറയുന്നു. വളരെ ഐഡിയോളജിക്കലായിട്ട് ആ പാർട്ടിയുടെ ഏറ്റവും അടിത്തറയ്ക്ക് വെട്ടുകൊടുത്തുകൊണ്ട് പറയാണ്, ചെങ്കൊടിയുടെ കഥ ഇതല്ല, ഇങ്ങനെയല്ല ചെങ്കൊടി ചെയ്യേണ്ടത്. ഇന്ന് പാർട്ടിയുടെ മുഴുവൻ നേതൃത്വവും ഈ പറയുന്ന അധോലോക നായകന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു റഷീദ് പറഞ്ഞ അനുഭവം പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹത്തെ വലതുപക്ഷത്തിന്റെ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു. നിങ്ങൾ എന്ന് തിരിഞ്ഞു നോക്കും? നിങ്ങൾ എന്ന് ഉള്ളിലേക്ക് നോക്കും? ഇതെവിടെ വരെ നിങ്ങൾക്ക് പോകാൻ കഴിയും? നിങ്ങൾ ബംഗാളിനേക്കാൾ വേഗതയിൽ കേരളത്തിൽ നശിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. CPM ഒരിക്കലും കേരളത്തിൽ നശിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. CPI ഒരിക്കലും നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നിങ്ങൾ CPM എന്ന് പറയുന്ന ഒരു സംഘടനയെ മാത്രമല്ല, മറിച്ച് ഇടത് ചേരിയിൽ നിൽക്കുന്ന മുഴുവൻ ആ ജനാധിപത്യത്തിൽ നിൽക്കുന്ന ഇടതുപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളെ കൂടി നിങ്ങൾ വലിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ബിനോയ് വിശ്വത്തിന് പ്രതികരിക്കേണ്ടി വരുന്നത്. കാരണം CPMന്റെ ഒരു പതനം ഇമ്മിനൻ്റായി എന്നുള്ളത് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇനിയെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ CPI എന്ന് പറയുന്ന കുറെ കൂടി നന്മയുള്ള, ഞങ്ങൾക്ക് വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ കുറെ കൂടി നന്മയുള്ള CPI എന്ന് പറയുന്ന ജനാധിപത്യബോധ്യത്തിൽ നിൽക്കുന്ന ആ പാർട്ടി കൂടി നശിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും. അത് ഈ ഇടത് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിയുടെ മുഴുവൻ തകർച്ചയായിട്ട് കേരളത്തിൽ മാറും. അവിടെ ആ ഇമ്മിനന്റ് എവിൾ നശിഞ്ഞു പോയാൽ അതുണ്ടാകാൻ പോകുന്നത് ഈ സംസ്ഥാനത്ത് വർഗീയ ശക്തികൾ പിടിമുറുക്കുമെന്നുള്ളതാണ്. അവിടെ ഒരു ദ്വന്ദ്ം, ഒരു ബൈനറി ഇന്ന് നിൽക്കുന്ന UDF LDF ബൈനറിയിലാണ് BJPക്ക് ഇടം കിട്ടാതെയായി പോയിരിക്കുന്നത്. ആ സ്പേസ് BJPക്ക് കൊടുക്കുക എന്ന് പറയുന്ന മതേതര കേരളത്തിന്റെ പിന്നിൽ നിന്ന് കുത്തുന്ന കങ്കാണിപ്പണി കൂടി നിങ്ങൾ ചെയ്യുന്നതിലുണ്ട്. അതിനെ തുറന്നു കാണിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ് ശ്രീ ഹസ്കർ. നിങ്ങളുടെ നിങ്ങളുടെ ഐഡന്റിറ്റി വെച്ച് ഇടത് നിരീക്ഷൻ. പക്ഷെ നിങ്ങൾ പോലും സ്തുതി പാടുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പാർട്ടിയെ ഇനി ഒരു ശക്തിക്കും തിരുത്താൻ കഴിയില്ല. മറിച്ച് ഏറ്റവും അനിവാര്യമായ പതനത്തിലേക്ക് അത് പോകുന്നു. ബംഗാളിനേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ ആ പതനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. ശരി ശ്രീ